നമസ്കാരം. കണ്ട് സാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. ഒരുപക്ഷെ ദൂരെ നിന്ന് വരുമ്പോൾ ആദ്യ കാഴ്ചയിൽ നമ്മൾ വിചാരിക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ, അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹമാണോ, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയേറെ വാഹനങ്ങൾ വരുന്നത്? ഇനി ചിലരൊക്കെ വിചാരിക്കും ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വരുന്നതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയേറെ സുരക്ഷാ സംവിധാനമായിട്ട്. പിന്നീട് അതിൻ്റെ പരിസരങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, അയ്യോ ഇത് കേരളമാണല്ലോ, ഇവിടെ അദ്ദേഹം വരാൻ സാധ്യതയില്ല. ഇനി ചിലപ്പം ചില സുഡാപ്പികൾ പറഞ്ഞേക്കും ഇറാനിലെ പേടിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഓടി കേരളത്തിൽ വന്നപ്പോൾ കേരള സർക്കാർ അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ കൊടുക്കുന്നതാണ് എന്ന തരത്തിൽ വേണമെങ്കിൽ അവർക്ക് പറയാവുന്നതാണ്. പക്ഷേ അപ്പോഴും നോക്കുക, കേവലം 14 ജില്ലകൾ മാത്രമുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോകുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ വാഹനങ്ങൾ. എത്ര എണ്ണം ഉണ്ട് എണ്ണി നോക്ക്, 30ഓ 40ഓ, ഒരുപക്ഷെ അതിലും കൂടുതൽ കണ്ടേക്കാം. പ്രധാനമന്ത്രിക്ക് വലിയ സുരക്ഷയും മറ്റുമൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും എണ്ണം വാഹനങ്ങൾ അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ കുറേ കൂടി വില കൂടിയ വാഹനങ്ങളാണ്, സുരക്ഷയുള്ള വാഹനങ്ങളാണ്, കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷേ ഇവിടെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ 4 വാഹനങ്ങളാണ്, കറുത്ത കളറിലുള്ള വാഹനങ്ങൾ നമ്മൾ കാണാം. അതിലേതെങ്കിലും ഒന്നിലായിരിക്കും മുഖ്യമന്ത്രി. ബാക്കി ഇന്നോവയാണ് കൂടുതലും, പാർട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഹനമാണതെന്ന് മനസ്സിലാക്കുന്നു. ഇന്നോവയാണ് കൂടുതലും, അതും എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കുറേ നേരത്തേക്കെങ്കിലും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ കെട്ടുകാഴ്ച ഇങ്ങനെ നമ്മുടെ വീതിയിലൂടെ പോകുന്നത് എന്ന് ഓർക്കുക. ഇതിന് മാത്രം എന്ത് സുരക്ഷാ ഭീഷണിയാണ് പിണറായി വിജയൻ ഇവിടെ നേരിടുന്നത് അത് മനസ്സിലാവുന്നില്ല. ആഭ്യന്തര ചില സുരക്ഷാ ഭീഷണികൾ ഈ അടുത്ത കാലം വരെ ഇന്ത്യയിലുണ്ടായിരുന്നു, അത് മാവോയിസ്റ്റുകളുടെയാണ്. ഇപ്പം പിണറായി വിജയനും കുറച്ച് മാവോയിസ്റ്റുകളെ കൊല്ലാൻ ഉത്തരവിട്ട ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറച്ച് മാവോയിസ്റ്റുകളെ തണ്ടർബോൾട്ട് എന്ന് പറഞ്ഞ പ്രത്യേക ടീം വെടിവെച്ചൊക്കെ കൊല്ലുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും മാവോയിസ്റ്റുകളുടെ ഭീഷണി അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ കരുതുക. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ എന്ന ഭീഷണി ഇല്ല. അവർ ഉണ്ടായിരുന്നവരൊക്കെ അവർ ആയുധം വെച്ച് കീഴടങ്ങാത്തവരെ ഇന്ത്യൻ സൈന്യം തേടിപ്പിടിച്ച് കൊല്ലുകയും ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് അമിത്ഷാ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം, ഈ മാർച്ച് അവസാനത്തോടു കൂടി അവസാനത്തെ മാവോയിസ്റ്റ് ഭീഷണിയും നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടൊഴിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവോയിസ്റ്റ് ഭീഷണിക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അവരെ ചെറുക്കാൻ വേണ്ടിയിട്ടല്ല ഇത്രയും സുരക്ഷ ഇവിടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ മേലുള്ള ഭീഷണി എന്താണ്? ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണിയാണോ? എങ്കിൽ അത് തുറന്നു പറയണം, ജനങ്ങളോട് തുറന്നു പറയണം, എനിക്ക് മേൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണിയുണ്ട് എന്ന് പറയണം. അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി നിൽക്കുന്നില്ല, അത്രയും ഒരു ഭീഷണിയും അദ്ദേഹത്തിനില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലോ BJP ആണെങ്കിലോ മറ്റേതെങ്കിലും പാർട്ടി ആണെങ്കിലോ, ഇപ്പം SDP ഒക്കെ അദ്ദേഹത്തിനെതിരെ ഭീഷണി കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം PFI പോലുള്ള തീവ്രവാദ സംഘടനകളെ കേന്ദ്രം നിരോധിച്ചപ്പോൾ പോലും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവിട്ടിട്ട് പോലും അത് നടപ്പാക്കാൻ കാലതാമസമെടുത്ത ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ. അവരുടെ തന്നെ സഖാവായിട്ടുള്ള മഹാരാജസിലെ ഒരു പാവം അഭിമന്യുവിനെ ഈ സുഡാപ്പികളൊക്കെ കുത്തി കൊന്നിട്ട് പോലും അതിലെ ഇതുവരെയും യഥാർത്ഥ പ്രതികളെ പിടിച്ചോ എന്ന് തന്നെ സംശയമാണ്. പക്ഷേ കൃത്യമായ തെളിവുകളും മറ്റുമൊക്കെ ആയിട്ട് ആ കേസ് പോലും ഇപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. അപ്പോൾ അവരെ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിക്കെതിരെ അവർ വധഭീഷണി കൊണ്ട് വരേണ്ട കാര്യമില്ല. പിന്നെ ഈ മനുഷ്യൻ ആരെ ഭയന്നിട്ടാണ് ഇത്രയും വാഹന വ്യൂഹമായിട്ട് പോകുന്നത്? നമ്മൾ ജനങ്ങളെ ഭയന്നിട്ടാണോ? നമ്മൾ ജനങ്ങളെ ഭയന്നിട്ടാണ് ഒരു ഭരണാധികാരി ഇങ്ങനെ നടക്കുന്നത് എങ്കിൽ ആ ഭരണാധികാരിയുടെ പരാജയമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, ജനങ്ങൾ വെറുക്കുന്ന ഒരു ഭരണാധികാരിയാണോ പിണറായി വിജയൻ എന്ന് ചോദിച്ചാലും അത്ഭുതമില്ല. അല്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യൻ എന്തിനാണ് ഈ 30-40 വാഹനമായിട്ട് നടക്കുന്നത്? ഇയാൾ അമേരിക്കൻ പ്രസിഡൻ്റ് അല്ല, ഇയാൾ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്ല. നമ്മുടെ നരേന്ദ്രമോദിക്കുള്ള സുരക്ഷ നമുക്കറിയാമെങ്കിലും അദ്ദേഹം ഇവിടെ കൊച്ചി പോലുള്ള എറണാകുളം പോലുള്ള സ്ഥലത്ത് ആളുകളുടെ ഇടയിലൂടെ നടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്ത് വന്നാലും വാഹനത്തിൽ നിന്ന് ഇറങ്ങരുത് എന്ന് SPGയുടെ നിർദ്ദേശമുണ്ടെങ്കിലും അദ്ദേഹം ആ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ കൈ തൊടുന്നു, ദേഹത്ത് തൊടുന്നു, അവർക്ക് തൊടാനുള്ള അവസരം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കൂട്ടത്തിലൂടെ അദ്ദേഹം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 28 സംസ്ഥാനങ്ങളുണ്ട്, 5-6 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, 145 കോടി ജനസംഖ്യയുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും ഈ സുരക്ഷയിലല്ല പോകുന്നത്. അവിടെയാണ് കേവലം 14 ജില്ലകളുള്ള, വെറും 14 ജില്ലകളുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. നമ്മളെന്താ ഇദ്ദേഹത്തിനെ വല്ല ശാരീരികമായിട്ട് ഉപദ്രവിക്കുമെന്ന് ഭയന്നിട്ടാണോ നമ്മളെ ഇങ്ങനെ ഇദ്ദേഹത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് ഇത്രയേറെ സുരക്ഷയുമായിട്ട് ഇദ്ദേഹം പോകുന്നത്? നമ്മളെക്കാൾ വലിയ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ എത്രയോ ഉണ്ട്, അവിടെ ഒന്നും നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണുന്നില്ല. ഇവിടെ ഇത് കാണുന്നു, പ്രബുദ്ധ കേരളത്തിൽ ഇത് കാണുന്നു. എന്താണ് അദ്ദേഹം നേരിടുന്ന ഭീഷണി? മാവോയിസ്റ്റ് ഭീഷണിയാണ് എന്ന് ഇനി ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ ഇസ്ലാമിക ഭീകരവാദികളുടെ ഭീഷണിയാണോ? എങ്കിലത് തുറന്നു പറയുക.